എന്തിട്ട് നിനക്ക് അറിയുണ്ടാക്കാൻ ബുദ്ധൂസ് രണ്ടും ഒരുമിച്ച് കട്ടായില്ല. ഈ ക്രിസ്മസ് റിത്ത് ഉണ്ടാക്കിയ എൻ്റെ അടുത്താണ് എൻ്റെ കെട്ടിയോൻ പറയണത് ഈ കമൻറ്റൊക്കെ. നിങ്ങൾക്കറിയണ്ടേ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്നുള്ളത്? ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു റൗണ്ടും കൂടെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ഏതെങ്കിലും ഗ്രീൻ ഗാർലൻസ് എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റി കൊടുക്കുക. ഇത് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ചുറ്റിയടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ക്ഷമയോടെ വൃത്തിയായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക. എനിക്കിതിവിടെ ഒരെണ്ണേ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇത് ചുറ്റി കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഈ മെറി ക്രിസ്മസ് ഇങ്ങനെ ചരിച്ച് വെക്കാനുള്ള പ്ലാൻ എൻ്റെ കെട്ടിയോൻ്റെ ആണ്. അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ കയ്യിലുള്ള കണസ കൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് തലങ്ങും വിലങ്ങും വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് വന്നപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി നമ്മളിത് ഫ്രണ്ട് ഡോറിലാണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ഹാങ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കെട്ടിവെച്ച സ്ഥലത്ത് ഒരു ബോ കൂടി വെക്കാമെന്ന് കരുതത്. അതുണ്ടാക്കാൻ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന റിബണിൻ്റെ വീതി കുറവായിരുന്നു. അങ്ങനെ ഞാൻ കരുതി ഡബിൾ ലെയറിലിട്ടിട്ട് ബോ ഉണ്ടാക്കാമെന്ന്. പക്ഷെ അതും എനിക്ക് കുറച്ച് ടഫായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം ശ്രമിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു ബോ ഉണ്ടാക്കിയെടുത്തത്. അതിനെ ബോ എന്ന് പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് റീത്ത് ഇഷ്ടമായോ ഇല്ലെന്നുള്ളതും കൂടെ പറയണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.